വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നതെന്തും അമ്മ നമുക്ക് തരും. പൂർണ്ണമായ വിശ്വാസത്തോടും അമ്മയോടുള്ള ഭക്തിയോടും നിങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ മാതൃഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. അങ്ങേ പ്രിയപുത്രനായ ഈശോയുടെ തിരുരക്തത്താൽ നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ ജീവിതത്തെ മുഴുവനും കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് അമ്മ നമുക്കായി അത്ഭുതം പ്രവർത്തിക്കും. അമ്മ നമുക്കായി മാധ്യസ്ഥം വഹിക്കും. നമ്മുടെ ഏതൊരു നിയോഗവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായും സമർപ്പിക്കാം. നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, നിത്യപിതാവിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ദുഷ്ടന്മാർ മുൾമുടി ധരിപ്പിച്ചപ്പോൾ അവിടുന്ന് ചിന്തിയ തിരുരക്തത്താലും മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ടപ്പോൾ ചിന്തിയ തിരുരക്തത്താലും തിരുവിലാവിൽ കുത്തിമുറിവേൽപ്പിച്ചപ്പോൾ ചിന്തിയ തിരുരക്തത്താലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ മോചിച്ച് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടേതാക്കി മാറ്റുവാനും അവിടുത്തെ തിരുഹൃദപ്രകാരം ജീവിക്കുവാനുമുള്ള കൃപ അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോയിൽ നിന്നും വാങ്ങിത്തരണമേ. അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെയും മേൽ ചൊരിയണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞാനും എനിക്കുള്ളവരും എൻ്റേതായതെല്ലാം പരിശുദ്ധ അമ്മയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം വഴിയായി നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ എല്ലാ പ്രസാദവരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും തിരികെ ലഭിക്കുവാനും ഞങ്ങളുടെ നിയോഗങ്ങൾ ഫലദായകമാക്കി തരുവാനും ഞങ്ങളോട് കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അവിടുത്തെ സഹായവും അവിടുത്തെ സംരക്ഷണവും എന്നും എല്ലായ്പ്പോഴും ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ മാധ്യസ്ഥത്താൽ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കുവാനും ഞങ്ങളിലുള്ള എല്ലാ നന്മകളും ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുമുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മ വാങ്ങിത്തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആധ്യാത്മികവും ലൗകികവുമായ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് എളിമയോടും സ്നേഹത്തോടും കൂടെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ അവിടുന്ന് സ്ഥിരമായി വസിക്കുന്നതിനും ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്നതിനും അമ്മ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഭവനം നസ്രത്തിലെ അങ്ങേ ഭവനം പോലെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാസസ്ഥലമാകട്ടെ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയും സകല കാര്യങ്ങളിലും ഞങ്ങളുടെ സംരക്ഷകയും ആയിരിക്കണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളൊക്കെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ മേലും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരുടെ മേലും മരിച്ചുപോയവരുടെ മേലും അങ്ങേ മൂല്യമായ ആശീർവാദങ്ങൾ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അങ്ങേ തിരുകുമാരൻ്റെ
തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുവാൻ ദയയുണ്ടാകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥകളെയും അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ തിന്മകളും പാപങ്ങളും അവിടുന്ന് കാണുന്നു. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കുകയും ദൈവപുത്രൻ്റെ കുരിശുമരണത്താൽ അവിടുത്തെ പാടുപീഡകളെ ഓർത്ത് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങൾ അനുഗ്രഹങ്ങൾ ഉള്ളവരായി തീരുവാൻ കൃപയരുളുകയും ചെയ്യണമേ. പരിശുദ്ധാമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഉത്തരം നൽകുമെന്ന പ്രത്യാശയോടും ഉറപ്പോടും കൂടി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രത്യേകമായ ഈ ഒരു ആവശ്യത്തെ അമ്മയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം. അവിടുത്തേക്ക് ഞങ്ങളെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ടെന്നും അതൊരിക്കലും ഞങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണെന്നും എന്തെല്ലാം തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായാലും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റുമെന്നും ഞങ്ങൾക്ക് അവിടുന്ന് പ്രത്യാശ നൽകിയിട്ടുള്ളതാണ്. ആയതിനാൽ എൻ്റെ ഈശോയെ, ഇപ്പോൾ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞങ്ങൾ യാചിച്ച ഈ ആവശ്യത്തെ അവിടുന്ന് ആശീർവദിക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. എത്രമാത്രം അത്യാവശ്യമാണ് ഈ ഒരു അനുഗ്രഹമെന്ന അറിവ് അങ്ങേക്കുണ്ടല്ലോ. കർത്താവെ, അവിടുത്തെ ദാസരായി പരിഗണിച്ചുകൊണ്ട് ഞങ്ങളപേക്ഷിച്ച ഈ ആവശ്യം നിറവേറ്റി തരണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ മാതാവായ മറിയത്തോട് യാചിച്ചതൊന്നും അങ്ങ് അമ്മയുടെ ഭക്തരായ മക്കൾക്ക് നൽകാതിരുന്നിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഇപ്പോൾ അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളെ മോചിക്കണമേ കർത്താവേ. പരിശുദ്ധാമ്മേ ദൈവമാതാവേ, അനുദിനം ഞങ്ങളുടെ കരുതലായിരുന്നു കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്നും മുൻപിലും പിൻപിലും അവിടുന്ന് കാവൽ നിൽക്കുന്നുണ്ടെന്നും അവിടുത്തെ കരം ഞങ്ങളോട് കൂടെയുണ്ടെന്നും വിശ്വാസത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് ഉറപ്പേകുന്നുവല്ലോ. അമ്മേ പരിശുദ്ധാമ്മേ, എന്നാൽ ജീവിതത്തിലെ ചില പ്രതിബന്ധങ്ങളിലും ഞങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ചില വെല്ലുവിളികളിലും ആരും താങ്ങാനില്ലാതെ തളർന്നു പോകുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് ഞങ്ങൾ വീണു പോകാറുണ്ട്. പ്രതിസന്ധികൾക്ക് മുൻപിൽ പകച്ചു നിൽക്കാറുണ്ട്. കർത്താവെ, വീരയോദ്ധാവിനെ പോലെ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. അമ്മേ മാതാവേ, അനേകം പ്രതിസന്ധികളാലും പ്രതിബന്ധങ്ങളാലും ഈ ജീവിതത്തിൽ ആയിരുന്നപ്പോൾ അങ്ങ് അഭിമുഖീകരിച്ച ഓരോ അവസ്ഥകളും ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. അപ്പോഴെല്ലാം അമ്മയുടെ സഹനശക്തിയിലും അമ്മയുടെ പാതയിലും പ്രത്യാശയോടെ നിലനിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള ശക്തിയും പ്രചോദനവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. കൃപയാൽ ഞങ്ങൾക്ക് അനുകൂലമായി വർത്തിക്കണമേ. അവിടുത്തെ ശക്തിയാൽ സകല പ്രതിബന്ധങ്ങളെയും തകർച്ചകളെയും ദൂരെ അകറ്റണമേ. ഞങ്ങളുടെ തകർച്ചകൾ കണ്ട് സന്തോഷിക്കുന്നവരുടെ മുന്നിൽ ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമേ. ഞങ്ങളുടെ പരാജയങ്ങളിൽ അവിടുന്ന് ആശ്രയമായിരിക്കുകയും
അവിടുത്തെ കരം ഞങ്ങൾക്ക് നേരെ നീട്ടി ഞങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ. അവിടുത്തെ രക്ഷയുടെ മഹത്വത്താൽ സകല നന്മകളിലും ഉയർച്ചകളിലും ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചുയർത്തേണമേ. നന്മയും സ്നേഹവും നിറഞ്ഞ അമ്മേ മാതാവേ, എന്നും എല്ലായ്പ്പോഴും ഞങ്ങളുടെ ആശ്രയമായിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ആമേൻ.